Hello dear students, welcome to Emtees Chemistry Tips and Tricks. It's okay. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു മോളിക്യൂൾ തന്നാൽ അത് പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ എന്ന് വളരെ എളുപ്പത്തിൽ എങ്ങനെ പറയാമെന്നതാണ്. It's okay. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോണിനെ കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോണിനെ കൗണ്ട് ചെയ്യുക. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈവൻ നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ എക്സെപ്റ്റ് 10 and 16 10ഉം 16ഉം അല്ലാത്ത ഈവൻ നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ ആ മോളിക്യൂള് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഓക്കെ, ക്ലിയർ? എന്നാൽ 10ഉം 16ഉം ഈവൻ നമ്പർ ആണ്, പക്ഷേ അത് വന്നാൽ പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഓഡ് ആണ് കിട്ടുന്നതെങ്കിൽ അത് ഓൾവേസ് പാരാമാഗ്നറ്റിക് ആയിരിക്കും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? വളരെ എളുപ്പമാണ്. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ കൗണ്ട് ചെയ്യുക. അത് ഈവൻ നമ്പർ ആണെങ്കിൽ എക്സെപ്റ്റ് 10 and 16 the molecule will be diamagnetic. Okay. എന്നാൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഓഡ് ആണെങ്കിൽ അവിടെ നമുക്ക് പാരാമാഗ്നറ്റിക് ആയിരിക്കും. 16ഉം 10ഉം ഈവൻ ആണെങ്കിലും അത് പാരാമാഗ്നറ്റിക് ആണ്. ഇതാണ് ഓർത്ത് വെക്കേണ്ട പോയിന്റ്. ഓക്കെ, ഈ ടേബിൾ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. O2 നിങ്ങൾ നോക്കൂ, ഓക്സിജൻ 8 ആണ്. 8 + 8 16 ഇലക്ട്രോൺ ആണ്. എക്സെപ്ഷൻ ആണ്, ഈവൻ ആണ്, പക്ഷേ എക്സെപ്ഷനിൽ വന്നതാണ്. അതുകൊണ്ട് ഏതാണ്? യെസ്, അത് പാരാമാഗ്നറ്റിക് ആണ്. ഇനി O2 പ്ലസ്, O2 എന്ന് പറയുമ്പോൾ 16 ആണ്, പ്ലസ് പറയുമ്പോൾ ഒന്ന് പോയി 15 എന്നത് ഓഡ് ആണ്. അതുകൊണ്ട് ഓഡ് ഓൾവേസ് എന്താന്ന് പറയുന്നുണ്ട്? പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. O2 പ്ലസ് എന്ന് പറയുമ്പോൾ O2 16 ആണ്, 2+ എന്ന് പറയുമ്പോൾ 2 പോയി 14 ആണ്, ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പർ ആകുമ്പോൾ ഡയാമാഗ്നറ്റിക്. O2 മൈനസ്, O2 എന്താണ്? 16 ആണ്, മൈനസ് എന്ന് പറയുമ്പോൾ 17 ആയി. 17 എന്നത് ഓഡ് ആണ്, പാരാമാഗ്നറ്റിക്. ഇനി O2 2 മൈനസ്, O2 16 ആണ്, 2 മൈനസ് എന്ന് പറയുമ്പോൾ 2 more ഇലക്ട്രോൺ ആഡ് ചെയ്യാണ്. 16 + 2 18, ദാറ്റ് ഈസ് ഈവൻ നമ്പർ ആണ്. അതുകൊണ്ട് ഡയാമാഗ്നറ്റിക് ആണ്. ഇനി C2 6 + 6 12 ആണ്. 12 എന്ന് പറയുമ്പോൾ അത് ഈവൻ നമ്പർ ആണ്, ഡയാമാഗ്നറ്റിക് ആണ്, ഡയാമാഗ്നറ്റിക്. ഇനി CO 8 + 6 14 ആണ്. 14 എന്ന് പറയുമ്പോൾ അത് ഈവൻ നമ്പർ ആണ്, ഡയാമാഗ്നറ്റിക് ആണ്. ഓക്കെ, ഇങ്ങനെ ഒരു മോളിക്യൂള് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ കൗണ്ട് ചെയ്തിട്ട് അത് ഈവൻ നമ്പർ ആണെങ്കിൽ എക്സെപ്റ്റ് 10 and 16 നമുക്കത് എന്ത് പറയാം? ഡയാമാഗ്നറ്റിക് എന്നും, ഓഡ് നമ്പർ ആണെങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആണെന്നും പറയാം. അതുപോലെ 10ഉം 16ഉം ആണെങ്കിൽ അത് പാരാമാഗ്നറ്റിക് തന്നെയാണ്. ഓക്കെ, ക്ലിയർ? താങ്ക് യു. Emtees Academy.